എങ്കി പിന്നെ നിനക്കിഷ്ടമെന്നുള്ള കാര്യം നീ തുറന്നു പറഞ്ഞിട്ടില്ലേ? അമ്മയോട് പറയാതെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ശരിയാ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസിന് നമ്മള് ഇതൊക്കെ നടക്കൂ അഞ്ജലി. അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് വരെ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നേ. അത് സിദ്ധാർത്ഥല്ലേ? അതെ അമ്മേ, ചിലപ്പോ അമ്മയെ കണ്ട പ്രപ്പോസ് ചെയ്യാൻ അദ്ദേഹത്തിന് മടിയായിരിക്കും. എനിക്ക് മനസ്സിലായി. ഗുഡ് ലക്ക്. ഹായ് അഞ്ജലി. ഹായ്. അല്ല, നിന്റെ ചെറിയച്ഛൻ എന്ത് പറയുന്നു? എനിക്ക് അയക്കുന്ന എല്ലാ മെസ്സേജിലും ആദ്യം ഒരു ജയ്ഹിന്ദ്, അവസാനം ഒരു ജയ്ഹിന്ദ് എന്തായാലും ഉണ്ടാവും. പെട്ടെന്ന് ദേശഭക്തി വന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത ട്രീറ്റ്മെന്റ് അല്ലേ കാരണം? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഒന്നുമില്ല. സോ പിന്നെ എന്താ? അതായത് എന്റെ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ കയ്യിലാ. അതെന്റെ സെന്റിമെന്റലാണ്. ഓ സോറി, ഞാനത് തരേണ്ടതായിരുന്നു, മറന്നോ. ഇതിനു വേണ്ടിയാണോ കാണണമെന്ന് പറഞ്ഞത്? ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. മോസ്റ്റ് വെൽക്കം. ഓക്കെ അഞ്ജലി, ലെറ്റ്സ് ബി ഇൻ ടച്ച്. ബൈ. ബൈ. എന്താ അഞ്ജലി, അദ്ദേഹം ഒന്നും പറയാതെ പോന്നു. നിനക്കെങ്കിലും പ്രപ്പോസ് ചെയ്തുകൂടായിരുന്നോ? ഇങ്ങനെ പോകുന്നത് കാണുമ്പോ തന്നെ വിഷമമായിട്ട് വയ്യ. ഇനി ഞാൻ പ്രപ്പോസ് ചെയ്ത് നോന്ന് പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല അമ്മേ. മാത്രല്ല, അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടാ വന്നെന്നറിഞ്ഞതിനു ശേഷം എനിക്ക് എങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് മൈ ബാഡ് ലക്ക്. നമുക്ക് പോവാം അമ്മേ. ഐ ലവ് യു അഞ്ജലി. ഞാൻ ഒരുപാട് ലവ് സ്റ്റോറി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ലവ് പറയാന്ന് വിചാരിച്ചപ്പോ എനിക്ക് ധൈര്യം വന്നില്ല. നിന്റെ മനസ്സ് ഞാൻ അറിഞ്ഞപ്പോഴാണ് എനിക്കിത് പറയാൻ ധൈര്യം വന്നത്. ഞാൻ വന്നത് ബ്രേസ്ലെറ്റിന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. അതിനുശേഷം രണ്ടുപേരും കല്യാണം കഴിച്ചു. എനിക്കും അതിലൊരുപാട് സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം പോലും കഴിഞ്ഞില്ല. അതിനുള്ളിൽ എന്റെ മോളെ. മേഡം, സമൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ എത്തിയാൽ മതിയാവും. മിസ്റ്റർ വീരേന്ദ്ര, നിങ്ങൾക്ക് റീ ഇൻവെസ്റ്റിഗേഷൻ ഓർഡേഴ്സ് പാസ് ചെയ്യാം. അടുത്ത വാദത്തിനുള്ളിൽ നിങ്ങൾ വോളണ്ടറി എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. താങ്ക് യു, യുവർ ഓണർ. വീടിന്റെ ഓരോ മുക്കുമൂലയും മരിച്ചു പെറുക്കണം. കാരണം ഞാൻ ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്ത് തന്നെയായാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഫോളോ മീ.
എന്ത് പറ്റി, സർ? ആണെന്ന് തോന്നുന്നു. എടാ എന്തിനടാ സ്ക്രൂ കൊണ്ടുവന്ന് ഇത് ആരെ കുത്താനാ? സാറേ നിങ്ങളെ കുത്താനാന്നാ തോന്നുന്നത്. ഫയൽസ് ഉണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടോളൂ. പോടാ അവിടെ. Yes, proceed. യുവർ ഓണർ, കോടതിയുടെ ഉത്തരവ് മാനിച്ച് സിദ്ധാർത്ഥ എന്ന ഈ കുറ്റവാളിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ഞാൻ ചോദ്യം ചെയ്തിരുന്നു. സംഭവം നടന്ന സ്ഥലത്ത് ഞാൻ നേരിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇയാളെ കുറിച്ചൊരു സത്യം മനസ്സിലായി. കോടതിക്കും ആ സത്യം ബോധ്യപ്പെടണമെങ്കിൽ എനിക്ക് ചിലരെ വിസ്തരിക്കേണ്ടി വരും. Yes, you can. താങ്ക് യു മൈ ലോർഡ്. DCP നായക്, പോലീസിന് തന്നെ പണി കൊടുത്ത് കണ്ടില്ലേ? എടാ പോടാ അവിടെ. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിരുന്നു. യെസ് സർ. നിങ്ങളത് കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ അഞ്ജലയുടെ റൂമിന്റെ ജനൽ അഴിച്ചുമാറ്റി അത് വീണ്ടും ഫിക്സ് ചെയ്ത കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? സർ, ഈ കേസിൽ ഞാൻ അന്വേഷിച്ച എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആരോ അത് അഴിച്ചുമാറ്റി എന്നാണോ പറയുന്നത്? ഇമ്പോസിബിൾ സർ. സീസ് ചെയ്ത് ഇവിടെ എന്റെ കൺട്രോളിലുള്ളത്. ഞാൻ അറിയാതെ ആർക്കും ആ വീട്ടിൽ പ്രവേശിക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടും അതുപോലെ ഫോറൻസിക് റിപ്പോർട്ടും രണ്ടും തെറ്റാണ്. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് മൈ ലോർഡ്. സാറേ, ഞാൻ എന്റെ ഇത്രയും കാലത്തെ ഫോറൻസിക് സർവീസിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല. ഈ കേസ് അന്വേഷിക്കുന്ന DCPയോട് എന്റെ ചോദ്യം. സർ, സർ, പൊതുമക്കൾക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് അക്വസ്റ്റിന് വേണ്ടി വാദിക്കുന്നത് ശരിയല്ല സർ. ഇത് നിയമത്തിനെതിരാണ് സർ. ആസ് പെർ ദ റിക്വസ്റ്റ് ഓഫ് മിസ്റ്റർ വീരേന്ദ്ര, കോടതി നിയമപ്രകാരം കുറ്റവാളിക്ക് വേണ്ടിയും ഇദ്ദേഹത്തിന് വാദിക്കാം. താങ്ക് യു മൈ ലോർഡ്. പറയേ, ഈ തെറ്റ് എങ്ങനെയാണ് സംഭവിച്ചത്? അത് പിന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഈ തെളിവുകൾ ഞാൻ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചോളാം. വിവാഹത്തിന് ശേഷം നിങ്ങളുടെ മകൾക്കും ഭർത്താവിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? അങ്ങനെയൊന്നുമില്ല. അവര് വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ അയാളുടെ പേരിൽ എന്തിനാ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത്? അയാൾ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്താ യഥാർത്ഥ കുറ്റവാളി ആരാന്ന് കണ്ടുപിടിക്കാന്ന് DCP സാറാ പറഞ്ഞത്. നോട്ട് ദിസ് പോയിന്റ് മൈ ലോർഡ്. പക്ഷെ എന്റെ മകളെ കൊല്ലേണ്ട ആവശ്യം ആർക്കും ഇല്ലല്ലോ സർ. ആർക്കുമില്ലേ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ആർക്കുമില്ല. ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവന്റെ പേര് മുന്നാന്നാ. കല്യാണത്തിന് മുമ്പ് എന്റെ മോളുടെ പുറകെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിരുന്നു. കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. കോടതി അവന് 3 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ആ ഏരിയയിലെ താമസം മാറ്റി. ഇതല്ലേ നിങ്ങളുടെ മകൾ കൊടുത്ത പരാതി? അതെ സർ. ഇതിനെക്കുറിച്ച് നിങ്ങൾ DCPയുമായി സംസാരിച്ചിരുന്നോ? പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പണ്ടെങ്ങോ നടന്ന സംഭവമായതുകൊണ്ട് എന്ന് നിങ്ങൾ കരുതി. നിങ്ങൾക്ക് പോകാം. സാറേ, ഇപ്പൊ ആണി ആർക്കടിക്കാനാ പോകുന്നേ? നമ്മക്കല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ല, വേറെ ആർക്കായ എന്താടാ വീട്ടുകളെ. എന്റെ പേര് ഹരിനാരായണൻ, സിദ്ധാർത്ഥന്റെ അയൽവാസിയാ. ഈ CCTV ഫുട്ടേജിലുള്ള ആളെ നിങ്ങൾക്കറിയാമോ? ഇവനൊരു കാർപ്പൻറ്ററാ സാറേ. സംഭവം നടക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ഇവൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് അഞ്ജലിയും വന്നിരുന്നു. അഞ്ജലിയെ കണ്ട മുന്ന അവൾ എന്തിന് ഇവിടെ വന്നു എന്ന് ചോദിച്ചു. നീ എന്തിനാണ് ഇതൊക്കെ തിരക്കുന്ന? ആദ്യം നീ നിന്റെ ജോലി നോക്ക്. പണി കഴിഞ്ഞപ്പോ അവൻ പൈസ ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞ് ഞാൻ തിരിച്ചയച്ചു. അന്ന് വൈകുന്നേരം 5 മണിക്ക് ഞങ്ങളൊരു ഫംഗ്ഷന് പോയി സാർ. താങ്ക് യു. യു ക്യാൻ ഗോ. മിസ്റ്റർ വീരേന്ദ്ര, കാർപെൻഡറായ മുന്നയ്ക്കും ഈ കേസിന് എന്താ ബന്ധം? ഉണ്ട് മൈ ലോർഡ്.
ഹരിനാരായണന്റെ വീട്ടിലേക്ക് വന്ന കാർപ്പന്റർ, അഞ്ജലിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന മുന്ന, ഈ രണ്ടുപേരും ഒരാൾ തന്നെയാണ് സർ. അഞ്ജലി ഏകദേശം രാത്രി 10:30 മരണപ്പെട്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് പുറത്തുപോയത് 10:10. അന്നേ ദിവസം ഹരിനാരായണന്റെ വീട്ടിലേക്ക് മുന്നയും രാവിലെ 10 മണിക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് രാവിലെ അഞ്ജലിയെ കാണുകയും ചെയ്തു. അവൾ കാരണം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതിൽ അവന് പകയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈകിട്ട് 5 മണിക്ക് പുറത്തേക്ക് പോയ മുന്ന 7 മണിക്ക് തിരിച്ചെത്തിയത്. സിദ്ധാർത്ഥ് പുറത്തു പോകുന്നവരെ വെയിറ്റ് ചെയ്തു. സിദ്ധാർത്ഥ് പോയതിനു ശേഷം ജനലിന്റെ വാതിൽ തുറന്ന് അഞ്ജലിയുടെ ബെഡ്റൂമിലേക്ക് കടന്നു. അവിടെ ഉറങ്ങിക്കിടന്ന അഞ്ജലിയെ കണ്ടു. തന്നെ ജയിലിലേക്ക് അയച്ചതിനും തന്റെ പ്രണയം നിരസിച്ചതിനും മൂർച്ചയേറിയ ഒരു ആയുധം കൊണ്ട് അവളെ കൊലപ്പെടുത്തിയതിനു ശേഷം തന്റെ വിരലടയാളം എങ്ങും പതിയാതെ ജനൽ വീണ്ടും ഫിക്സ് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. അതുകൊണ്ടാണ് മൈലോഡ് CCTV ഫുട്ടേജിൽ മുന്നയുടെ എൻട്രി മാത്രം കാണാൻ കഴിയുന്നത്. പക്ഷെ എക്സിറ്റ് എങ്ങുമില്ല. യുവർ ഓണർ, ഈ കേസിനാവശ്യമായ എല്ലാ തെളിവുകളും ഞാൻ ഈ കോടതിക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. സോ മൈ ലോർഡ്, ഇതൊരു പ്ലാൻഡ് മർഡർ ആണെന്ന് പറയാനുള്ള മോട്ടിവേഷനുണ്ട്, പ്രിപ്പറേഷനുണ്ട്, കൊലപാതകത്തിനുള്ള ഇന്റൻഷനുണ്ട്. സോ IPC സെക്ഷൻ 302 പ്രകാരം മുന്ന എന്ന വ്യക്തിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഈ കേസിൽ നിന്ന് സിദ്ധാർത്ഥിനെ മോചിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അതിനുവേണ്ടി ഈ ഡിസ്ചാർജ് പെറ്റീഷൻ ഇവിടെ ഫയൽ ചെയ്യുന്നു. ഡോ, ആരാടാ താൻ? ഞങ്ങളുടെ പ്രൊഡ്യൂസറാ സാറേ. ഇത് സിനിമാ തിയേറ്റർ ആണെന്ന് കരുതിയോ? കോടതിയാണ്, ഫൈൻ അടയ്ക്കേണ്ടി വരും, മനസ്സിലായോ? അയാളെ കൊണ്ടുപോയി വൈകുന്നേരം വരെ വെയിലത്ത് നിർത്ത്. പെറ്റീഷൻ അലൗഡ്.